ഓട്ടുപാറ ജനതയിൽ ഇപ്പോൾ എല്ലാം വിലക്കുറവിൽ. ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ 1499 രൂപയ്ക്ക് മിക്സി, 199 രൂപയ്ക്ക് അപ്പച്ചട്ടി, 1199 രൂപയ്ക്ക് ഇൻഡക്ഷൻ കുക്കർ, 1499 രൂപയ്ക്ക് ഗ്യാസ് സ്റ്റൗ, 899 രൂപയ്ക്ക് ഫാൻ. ഓട്ടുപാറ ജനതയിൽ പഴയ സ്റ്റീൽ, അലുമിനിയം, ഓട്, ചെമ്പ് പാത്രങ്ങൾ എന്നിവ മാറ്റിയെടുക്കാം. ഓട്ടുപാറയിലെ ഏറ്റവും വലിയ പാത്രക്കട ജനത ഓട്ടുപാറ. ഫോൺ 9526267779. നഗരസഭയുടെ അഴിമതിയും ദുർഭരണവും പൊതുജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാറിനെതിരെ പോലീസിൽ കള്ളപ്പരാതി കൊടുത്ത സെക്രട്ടറിയും ചെയർമാനും മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിപക്ഷത്തിൻ നായകനെ കെ അജിത് കുമാർ നേതാവിനെ നിങ്ങൾക്കെതിരെ താക്കീത്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. പാർലമെന്ററി പാർട്ടി ഉപനേതാവ് SAA ആസാദ് അധ്യക്ഷത വഹിച്ച ധർണ KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നിയമസഭ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ ജനാധിപത്യ പ്രക്രിയകൾ അട്ടിമറിച്ചുകൊണ്ട് സ്പീക്കർ തന്നെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുക, പ്രതിപക്ഷ നേതാവിന്റെ സംസാരങ്ങളെല്ലാം രേഖകളിൽ നിന്ന് ഒഴിവാക്കുക, മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുക, കാലങ്ങളായി ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെല്ലാം തച്ചു തകർത്തുകൊണ്ടാണ് കേരളത്തിലെ നിയമസഭ ഉൾപ്പെടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അധീനതയിലുള്ള സ്ഥാപനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. തൃശൂർ കോർപ്പറേഷൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തുകളും നഗരസഭകളും ഒക്കെ തന്നെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നു. തൃശൂർ കോർപ്പറേഷനിൽ ഭൂരിപക്ഷമില്ലാത്ത തീരുമാനങ്ങൾ പലപ്പോഴും തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് മേയറും കോർപ്പറേഷൻ സെക്രട്ടറിയും മുന്നോട്ട് പോകുന്നു. അങ്ങനെ തന്നെയാണ് നിയമസഭയിൽ ഇന്നലെ സംഭവിച്ചത്. പ്രതിപക്ഷ നേതാവിനെ പരസ്യമായി സ്പീക്കർ വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടു. ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് അവിടെ ചോദിച്ചത് നമ്മൾ കേട്ടു. അതുതന്നെയാണ് കേരളത്തിലെ വടക്കാഞ്ചേരിയിലെ മുനിസിപ്പാലിറ്റിയിലും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഒരു കൊല്ലത്തോളമായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാന്റെ അസാന്നിധ്യം. നമുക്കറിയാം, ഒരു മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിലും പ്രത്യേകിച്ച് മുനിസിപ്പൽ ഏരിയ എന്ന് പറഞ്ഞാൽ വലിയ മേഖല ഉൾപ്പെടുന്ന പ്രദേശത്ത് സാംക്രമിക രോഗങ്ങളും വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ അതിലിടപെടാനും തീരുമാനമെടുക്കാനും അതുമായി ബന്ധപ്പെട്ട PSC സെന്ററിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും പോരായ്മകളൊക്കെ പരിഹരിക്കാനും ഒക്കെ നേതൃത്വം കൊടുക്കേണ്ട ചെയർമാന്റെ സാന്നിധ്യത്തിൽ ഒരു വർഷമായി നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിന്റെ അർത്ഥം ചെയർമാനെ സംരക്ഷിച്ചുകൊണ്ട് മുനിസിപ്പൽ ആക്ട്, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന, സംസ്ഥാനത്ത് നിലനിൽക്കുന്ന മുനിസിപ്പൽ ആക്ട്, പഞ്ചായത്തി രാജ് സംവിധാനങ്ങളിലൊക്കെ പറയുന്നത് പോലെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ മുനിസിപ്പൽ സെക്രട്ടറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനേക്കാൾ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം ഓർക്കണം, ഇവിടെ മുനിസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇനിയും പെൻഷൻ പറ്റാൻ കുറച്ച് കാലം കൂടി ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ എല്ലാ കാലഘട്ടങ്ങളിലും മുനിസിപ്പാലിറ്റിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയോ കേരളത്തിൽ CPM-ന്റെ LDF-ന്റെ ഭരണമുണ്ടെന്ന് അദ്ദേഹം കരുതരുത്. ഇവിടെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ മാനുവൽ അനുസരിച്ച്, നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകേണ്ട മുനിസിപ്പൽ സെക്രട്ടറി 3.5 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം മാറ്റമില്ലാതെ തുടരുമ്പോൾ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയെ, ചെയർമാനെയും ബന്ധപ്പെട്ടവരെയും സംരക്ഷിക്കുക മാത്രമല്ല അദ്ദേഹത്തിന് അഴിമതി കഥകൾ പറഞ്ഞു. ആസൂത്രണ സമിതിയുടെ DPCയുടെ അംഗീകാരമില്ലാത്ത പദ്ധതികൾ പലതും നടപ്പിലാക്കിയെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ ഞങ്ങൾ അറിഞ്ഞത്. ഇവിടെ ജനപ്രതിനിധികളായ ഒരുപാട് പേരുണ്ട്, മുൻകാല ജനപ്രതിനിധികളുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് സാങ്കേതികമാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത് സഭയിലും അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ മീറ്റിംഗിലും, അതുപോലെ തന്നെ കൗൺസിൽ പറഞ്ഞ മറുപടി പത്രക്കാരോട് പറഞ്ഞത് ഇവിടെ DPC അംഗീകരിക്കാത്ത പദ്ധതികളില്ല. ചില സമയത്ത് പെട്ടെന്ന് നടപ്പിലാക്കേണ്ട പദ്ധതികൾ വരുമ്പോൾ തീരുമാനമെടുത്ത് DPC അംഗീകരിക്കാമെന്ന്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഇവിടെ ജനപ്രതിയായ ആളുകളുണ്ട്. ഇവിടെ അതിനൊക്കെ അംഗീകാരം വാങ്ങണം. അടിയന്തരമായി
മുനിസിപ്പൽ സെക്രട്ടറിക്ക് അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ ഉടൻ തന്നെ അടുത്ത കൗൺസിലിൽ വെച്ച് അതിന്റെ ചെലവുകൾ അംഗീകരിക്കാനും DPCയിലേക്ക് അതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ കൈമാറാനും തയ്യാറാകേണ്ട മാന്യത കാണിക്കണം. ഇവിടെ പലതിനും DPC അംഗീകാരമില്ലെങ്കിൽ അംഗീകാരമില്ലാത്ത പദ്ധതികൾ അദ്ദേഹം അനുവദിച്ച് അതിന് ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട വരുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ഇവിടെ കെ അജിത് കുമാറിനെ പോലെ വർഷങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റായും കൗൺസിലറായും പ്രതിപക്ഷ നേതാവായും നിരവധി പാരമ്പര്യമുള്ള പൊതുപ്രവർത്തകർ ഇവിടെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അവർക്ക് അധികാരമുണ്ട് ഫയലുകൾ പരിശോധിക്കാൻ. മുനിസിപ്പൽ സെക്രട്ടറിയുടെ അനുമതിയോടുകൂടി അത് പരിശോധിക്കാനും അതെന്താണെന്ന് നോക്കാനുള്ള അധികാരമുണ്ടെന്നിരിക്കെ അനാവശ്യമായി കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും മുനിസിപ്പൽ കൗൺസിലിനെയും അതിലെ ഉദ്യോഗസ്ഥന്മാരെയും നിയമപരമായി അവരുടെ നടപടികളെ ചോദ്യം ചെയ്യാനുമുള്ള അധികാരം ഇവിടെ ഇല്ലാതാക്കാൻ, ആ അധികാരങ്ങളൊക്കെ തന്നെ ഏകപക്ഷീയമായി തുടർന്നും കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് മുനിസിപ്പൽ സെക്രട്ടറിയും ചെയർമാൻ അടക്കമുള്ളവർ. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ PN വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി. വടക്കാഞ്ചേരി നഗരസഭ അഹങ്കാരത്തിന്റെയും താൻ പ്രാമാണിത്വത്തിന്റെയും ഒരു കേന്ദ്രമായി മാറ്റിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ഈ നഗരസഭയിലെ പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ധർണ ഈ നഗരസഭയുടെ പ്രതിപക്ഷത്തിന്റെ ശബ്ദമായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാറിന് വ്യാജ പരാതി അജിത് കുമാറിനെതിരെ നൽകി ആരോഗ്യ വകുപ്പിലെ ഫയലുകൾ തട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞ് വ്യാജ പരാതി നൽകിയ സെക്രട്ടറിക്കും അതിനുവേണ്ടി ഒത്താശ ചെയ്ത നഗരസഭയുടെ ചെയർമാനും എതിരായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുള്ളത്. വടക്കാഞ്ചേരി നഗരസഭയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ PR അരവിന്ദാക്ഷൻ ജയിലിലായിട്ട് ഏകദേശം 8 മാസത്തോളമായി. ഇതുവരെയും ആ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടത്താനോ 9 മാസം കഴിഞ്ഞിട്ടും ആ ഡിവിഷന്റെ കാര്യങ്ങളിൽ ഇടപെടൽ നടത്താനോ ആ ഡിവിഷനിൽ ബൈ ഇലക്ഷന് വേണ്ടി ഫയലുകൾ നീക്കാനോ ഈ നഗരസഭയുടെ സെക്രട്ടറി താൻ പ്രാമാണിയാണ് എന്ന് പറയുന്ന സെക്രട്ടറി ഇതുവരെ തയ്യാറായിട്ടില്ല. ആ സെക്രട്ടറിക്കെതിരെ ഈ നഗരസഭയുടെ കെടുകാര്യസ്ഥയ്ക്കെതിരെ ഈ നഗരസഭയിൽ എന്താണ് നടക്കുന്നത് എന്ന് കൃത്യമായി അഡ്രസ് ചെയ്യുന്ന, അതിനെ ചോദ്യം ചെയ്യുന്ന കോൺഗ്രസിന്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും നഗരസഭയുടെ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ കഴിഞ്ഞ ദിവസം നഗരസഭയിൽ വന്ന് ചില ഫയലുകൾ അത് ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി ആ ആരോഗ്യ വിഭാഗത്തിന്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കാത്തതിന്റെ രേഖകളാണ് ചോദിച്ചത്. പക്ഷേ ആ സെക്ഷനിൽ ആളില്ല എന്ന് പറഞ്ഞപ്പോ മാന്യമായി അദ്ദേഹം മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. വിവരാവകാശത്തിന് അപ്ലിക്കേഷൻ നൽകി മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം ഈ നഗരസഭയിലെ സെക്രട്ടറി ചെയർമാന്റെ ഒത്താശയോടുകൂടി ഈ നഗരസഭയിൽ ഫയലുകൾ തട്ടിയിട്ടു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ ഈ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവിനെ ഒറ്റപ്പെടുത്താൻ ഈ നഗരസഭ ഭരിക്കുന്ന CPM-ഉം അതുപോലെ CPM-ന് വിടുപണി ചെയ്യുന്ന ഉദ്യോഗസ്ഥരും ശ്രമിച്ചാൽ അത് നടക്കില്ല എന്ന് ആമുഖമായി പറയാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. DCC ജനറൽ സെക്രട്ടറിമാരായ ഷാഹിദ റഹ്മാൻ, ജിജോ കുര്യൻ, NR സതീശൻ, PJ രാജു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു, മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മായിൽ, CH ഹരീഷ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാർ, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, വിവിധ ബൂത്ത് ഭാരവാഹികൾ, പോഷക സംഘടന ഭാരവാഹികൾ തുടങ്ങിയവർ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.